പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാനിന്ന് ഉച്ചക്കത്തേക്കുണ്ടല്ലോ ഒരു ചക്കക്കുരു നമ്മൾ ഇറച്ചിക്കറി വെക്കുന്ന പോലെ ഒരു മസാലക്കറി വെക്കാനായിട്ട് ഒരുങ്ങുവാണ്. അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇച്ചിരി ഉള്ള ചെറിയൊരു വീഡിയോ ആണ്. അപ്പം നമ്മളൊരു പാൻ വെച്ചു, അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു. അങ്ങനെ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് പൊട്ടിച്ചിട്ട് ഇച്ചിരി കടുക് ഇട്ടു. അത് ഇങ്ങനെ പൊട്ടി അന്നേരം നമ്മൾ ഇച്ചിരി ഉള്ളിയിട്ട് കടുക് വറക്കുവാണ്. അത് അങ്ങോട്ടൊന്ന് നോക്കുമ്പോൾ നമ്മൾ ഇച്ചിരി കറിവേപ്പിലയൊക്കെ ഇട്ട് പിന്നെ അതിനകത്ത് നമ്മൾ മസാല അങ്ങ് ചേർക്കും. ഇതിനെ ഒരു ഗോൾഡൻ കളറാകുന്നിടം വരെ നമ്മളതിനെ ഇളക്കി കൊടുക്കണം. ഒരിച്ചിരിയേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഒരാൾക്കുള്ള കറിയാണ് വെക്കുന്നത്. അതുകൊണ്ട് ഇച്ചിരിയേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ. അതിനകത്തോട്ട് നമ്മൾ കറിവേപ്പില ഇട്ടു. പിന്നെ ഇനി ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു സ്പൂണ് മല്ലിപ്പൊടിയുണ്ട്, പിന്നെ 1/2 സ്പൂണ് മീറ്റ് മസാലയുണ്ട്, 1/2 സ്പൂൺ മുളക് പൊടിയുണ്ട്, പിന്നെ ആവശ്യത്തിന് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ ഇതിനെ ഒരുമാതിരി വഴന്ന് കഴിയുമ്പോൾ നമ്മളിതിനകത്തോട്ട് ഒരിച്ചിരി വെള്ളമാണ് ചേർക്കുന്നത്, അല്ലെങ്കിൽ ഇത് മൂത്ത് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി വെള്ളം ചേർക്കും. ഇത് ഇറച്ചിക്കൊക്കെ നമ്മൾ മൂപ്പാകുമ്പോൾ ഇച്ചിരി വെള്ളം ചേർക്കും. ആ ചക്കക്കുരു വേകാനുള്ള വെള്ളമാണ് നമ്മൾ ഈ ചേർക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ അതിനകത്തോട്ട് ചക്കക്കുരു കുഞ്ഞായിട്ട് അരിഞ്ഞ് ചക്കക്കുരു അല്ലാണ്ട് ചെറിയ പീസാണ് കണ്ടോ, ഇങ്ങനെ കൊച്ചായിട്ട് അരിഞ്ഞ് ചക്കക്കുരു നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുകയാണ്. അതിനകത്ത് നമ്മൾ ശകലം ഉള്ളി, തേങ്ങാക്കൊത്ത് ഒരു തുള്ളി ഇടുന്നുണ്ട് നമ്മൾ കേട്ടോ. അതും കൂടി ഇട്ടിട്ട് പിന്നെ നമ്മളതിനെ നന്നായിട്ടൊന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളച്ച് അതിന് നന്നായിട്ടൊന്ന് ആവി കയറിയതിന് ശേഷം മാത്രമാണ് നമ്മളിതിന് ഉപ്പ് ചേർക്കുന്നത്. കാരണം അല്ലെങ്കിൽ ഈ ചക്കക്കുരു വേകാനായിട്ട് താമസിക്കും. നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് കേട്ടോ. നമ്മളിനി ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുവാണ്. ഒരിച്ചിരി ഗരം മസാലയും കൂടെ അങ്ങോട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. അന്നേരം നമ്മുടെ ഇറച്ചിയുടെ ഒരു മണമൊക്കെ വരത്തുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് ചക്കക്കുരു വേകണം. വെന്തൊക്കെ കഴിഞ്ഞ് അതിൻ്റെ കറിയൊക്കെ ആയി കഴിയുമ്പോൾ നല്ല ഉപ്പ് ഞാൻ ഇടുവാണ്. വെന്ത് കഴിയുമ്പോൾ ഒരു ശകലം ഉണക്കുകയും വറുത്തതും ഒക്കെ കൂടെ ഉണ്ട്. നമുക്ക് ചോറുണ്ണാൻ ഫസ്റ്റാണ്. ഇതിനി തിളച്ച് ഒന്നാവി വന്ന് കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ അത് നന്നായിട്ട് ഉപ്പ് ചേർത്ത് അന്നേരമാണ്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് വെന്തോളും. നമ്മുടെ ചക്കക്കുരു കറി റെഡിയായി കണ്ടോ. നല്ല കൊഴുത്ത് നമ്മുടെ ചക്കക്കുരുവൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ. നല്ല പൊടിയായിട്ട് നല്ല പൊടിയുള്ള ചക്കക്കുരു നോക്കിയെടുക്കണേ. പിന്നെ നിങ്ങൾക്ക് എളുപ്പവഴിയിൽ ഇത് കറി വെക്കണമെങ്കിലുണ്ടല്ലോ, നമ്മൾ ഈ ചക്കക്കുരു അങ്ങോട്ട് കുക്കറിലിട്ട് വേവിച്ചിട്ട് അതിനെ നമ്മളിതുപോലെ മസാലയൊക്കെ ചേർത്ത് കടുക് വറുത്ത് അതിനെ ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇത് നമ്മൾ ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു വറുത്തരച്ച കറിയോ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനിന്നിങ്ങനെ വെച്ചു. നമ്മുടെ തീയൊക്കെ എടുക്കുക. നമ്മുടെ ചക്കക്കുരു കറിയെ ഞാൻ ഒരു പാത്രത്തിലോട്ട് എടുക്കുകയാണ്. നമ്മൾ ഇന്നത്തെ എൻ്റെ ഉച്ചയ്ക്കത്തെ ആഹാരമാണ്. ചക്കക്കുരു മെഴുക്കുവരട്ടി വെച്ചു. നമ്മൾ ഉണക്കമീനും വറുത്തിട്ടുണ്ട്. ഓക്കേ.
ബൈ.